നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെട്ട പാറ ഖനനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. CB വർഗീസിനെതിരെ സമഗ്ര അന്വേഷണം വേണം. ഭരണത്തിന്റെ തണലിൽ നടത്തിയ ഏറ്റവും വലിയ കൊള്ളയാണ് CB വർഗീസിനെതിരെ ഉയർന്നിരിക്കുന്നത്. സർക്കാർ ഇത്തരക്കാരെ സംരക്ഷിക്കുകയാണെന്നും ഡീൻ കുര്യാക്കോസ്. വീട്ടമ്മയെ ആക്രമിച്ച് മാല അപഹരിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. തമിഴ്നാട് സ്വദേശി മാല അപഹരിച്ചത് രാജകുമാരി മുരിക്കിൻതൊട്ടി സ്വദേശിനിയെ ആക്രമിച്ച് ഓട്ടോയിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പൂപ്പാറയിൽ വാഹനം തടഞ്ഞ് നാട്ടുകാർ പിടികൂടി. കട്ടപ്പന ഗവൺമെന്റ് ITI കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പ് അനിശ്ചിതത്വത്തിൽ. ഇതോടെ കലാകായിക മേളകൾ, കോളേജ് മാഗസിൻ തുടങ്ങി വിവിധങ്ങളായ പരിപാടികൾ മുടങ്ങി. കോളേജ് ഡയറക്ടർ ബോർഡിന്റെയും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെയും ഒത്തുകളിയാണ് ഇലക്ഷൻ ഇത്തരത്തിൽ അനിശ്ചിതത്വത്തിലാകാൻ കാരണമെന്ന് KSU. ശക്തമായ വേനൽ ചൂടിൽ ഹൈറേഞ്ചിലെ വിവിധ മേഖലകൾ കാട്ടുതീ ഭീഷണിയിൽ. പൊതുജനങ്ങൾ ജാഗ്രതയോടെ പെരുമാറിയാൽ കടുത്ത വേനലിൽ ഉണ്ടാകുന്ന കാട്ടുതീ ഒരു പരിധിവരെ തടയാനാകുമെന്ന് ഫയർഫോഴ്സ് അധികൃതർ. കാട്ടുതീ പടരാതിരിക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പ്. വിശദമായ വാർത്തകൾ. CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെട്ട പാറ ഖനനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. CB വർഗീസിനെതിരെ സമഗ്ര അന്വേഷണം വേണം. ഭരണത്തിന്റെ തണലിൽ CPM തീവെട്ടിക്കൊള്ള നടത്തുന്നു. പാവപ്പെട്ടവന്റെ അവകാശങ്ങൾ നിഷേധിച്ച് മറുവശത്ത് CPM നാടിനെ കൊള്ളയടിക്കുകയാണ്. ഭരണത്തിന്റെ തണലിൽ നടത്തിയ ഏറ്റവും വലിയ കൊള്ളയാണ് CB വർഗീസിനെതിരെ ഉയർന്നിരിക്കുന്നത്. വൻകിട കയ്യേറ്റ മാഫിയ CPMന്റെ നേതൃത്വത്തിലാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. സർക്കാർ ഇത്തരക്കാരെ സംരക്ഷിക്കുകയാണെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. നീതിപൂർവമുള്ള ഒരു അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ അക്കാര്യത്തിൽ കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ഏതായാലും CPM ഇന്ന് അഴിമതിയുടെ കരിനിഴലിലാണ്. ജില്ലയിലെ CPMന്റെ നേതൃത്വം അഴിമതി ആരോപണത്തിന്റെ പുകമറയിൽ നിൽക്കുന്നു. ഇത് സംബന്ധിച്ച് ഗൗരവമേറിയിട്ടുള്ള വെളിപ്പെടുത്തൽ വന്നതിനെ അതിൻ്റെതായ ഗൗരവത്തോടു കൂടി കാണാൻ സർക്കാരിന് കഴിയേണ്ടതാണ്. ജുഡീഷ്യൽ അന്വേഷണം ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ സാധിക്കത്തുള്ളൂ. ജില്ലയെ സമ്പൂർണമായ നിശ്ചലാവസ്ഥയിലേക്ക് തള്ളിവിടാൻ ഈ കാരണം ഇപ്പോൾ വഴിവെക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് പാവപ്പെട്ടവനും സാധാരണക്കാരനും എന്തെങ്കിലുമൊക്കെ അവകാശങ്ങൾ, നിയമപരമായിട്ടുള്ള അവകാശങ്ങളാണ് ചോദിക്കുന്നത്. ഇനിയിപ്പോൾ ആ അവകാശങ്ങൾ ഉൾപ്പെടെ ഇതിൻ്റെ പേരിൽ നിഷേധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരും. ഇപ്പോൾ വൻകിട കയ്യേറ്റ മാഫിയ CPMന്റെ നേതൃത്വത്തിലാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. പാവപ്പെട്ട ഏതെങ്കിലും കുടിയേറ്റ കർഷകൻ വീട് വെച്ചാൽ അവിടെ 5 സെന്റോ 10 സെന്റോ ഭൂമി ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് നീതി നിഷേധിക്കാനുള്ള അവസരമാക്കി കയ്യേറ്റക്കാരെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് സർക്കാർ പോകുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ ഇടയായിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ സാധാരണക്കാർക്ക് അവകാശപ്പെട്ടത് ലഭ്യമാക്കേണ്ടതായിട്ടുള്ള സർക്കാർ സംവിധാനങ്ങൾ അത് നിഷേധിച്ചുകൊണ്ട് ഇവിടെ ഈ നാടിനെ മുഴുവൻ കൊള്ളയടിക്കാൻ വേണ്ടിയതായ അവസരമൊരുക്കിയതാണ് CPM ജില്ലാ സെക്രട്ടറിക്കെതിരെ ആക്ഷേപം ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളതിന് അടിസ്ഥാനം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതെല്ലാം മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. യഥാർത്ഥത്തിൽ കൃത്യമായി അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ഇതിൽ യഥാർത്ഥ പ്രതികളായിട്ടുള്ള CPMന്റെ ഉന്നത നേതാക്കന്മാർ, വർഗീസ് മാത്രമല്ല ധാരാളം നേതാക്കന്മാർ ഇത്തരത്തിലുള്ള ഭൂമി കൊള്ളയുമായി രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. പാറഖനനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷേപത്തിൽ പ്രതിസ്ഥാനത്താണ് എന്നുള്ളത് ബോധ്യപ്പെടുമെന്നുള്ളതാണ്. ഏതായാലും ഇക്കാര്യത്തിൽ ഈ ഉണ്ടായ ആക്ഷേപം ചെറുതല്ല. CPM ഇക്കാര്യത്തിൽ ഉണ്ടായ അഴിമതിയുടെ കരിനിഴലിലാണ്, അഴിമതിയുടെ പുകമറയിലാണ് നിൽക്കുന്നത്. വളരെ വ്യക്തമായ ഒരു അന്വേഷണം, നീതിപൂർവമായ അന്വേഷണം, ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് ഈ ഘട്ടത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നു. വീട്ടമ്മയെ ആക്രമിച്ച് മാല അപഹരിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. രാജകുമാരി മുരിക്കിൻതൊട്ടി സ്വദേശിനിയെ ആക്രമിച്ചാണ് തമിഴ്നാട് സ്വദേശി മാല അപഹരിച്ചത്. തുടർന്ന് ഓട്ടോയിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പൂപ്പാറയിൽ വാഹനം തടഞ്ഞ് നാട്ടുകാർ പിടികൂടുകയായിരുന്നു. തേനി മീനാക്ഷിപുരത്തു നിന്നും ജോലിക്കായി ഇടുക്കിയിലെത്തിയ വസന്തകുമാറാണ് പ്രതി. മുരിക്കിൻതൊട്ടി സ്വദേശി പാണനാൽ രാജന്റെ വീട്ടിലെത്തിയ ഇയാൾ വീടിന്റെ ചായപ്പിൽ ഒളിച്ചുനിന്ന വീട്ടമ്മയായ മേരിക്കുട്ടിയെ ആക്രമിക്കുകയായിരുന്നു. തുണി കഴുകുന്നതിനായി മേരിക്കുട്ടി പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ആക്രമണം. തുടർന്ന് സ്വർണമാല അപഹരിച്ച് ഓട്ടോയിൽ കയറി പൂപ്പാറ ഭാഗത്തേക്ക് പോയി. സംഭവം അറിഞ്ഞ നാട്ടുകാർ പൂപ്പാറയിൽ വെച്ച് വാഹനം തടഞ്ഞ് മോഷ്ടാവിനെ പിടികൂടുകയായിരുന്നുവെന്ന് മേരിക്കുട്ടിയുടെ സഹോദരൻ പറഞ്ഞു. രാവിലെ ചേച്ചി തുണി കഴുകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ, വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇത് അകത്തെങ്ങാണ്ട് കള്ളം കുത്തിയിരിക്കുമായിരുന്നു. അപ്പോൾ തന്നെ ചേച്ചിനെ പിടിച്ച് മറിച്ച് വീഴിച്ച് കഴുത്തല മാല പറിച്ചു. ഉണ്ടപ്പിടുത്തമായി കഴിഞ്ഞപ്പോഴത്തേനും ചേച്ചിനെ വീഴിച്ചു.
വീഴ്ച അവൻ ചേച്ചി കയറി പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കത്തിയെടുത്ത് കഴുത്തിൽ വെച്ചു. എന്നിട്ട് മാലയും പറിച്ചുകൊണ്ട് ഓടി. മോഷ്ടാവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ മേരിക്കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകാർ ശാന്തൻപാറ പോലീസിൽ ഏൽപ്പിച്ച പ്രതിയെ പിന്നീട് രാജാക്കാട് പോലീസിന് കൈമാറി. കട്ടപ്പന ഗവൺമെന്റ് ITI കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പ് അനിശ്ചിതത്വത്തിൽ. ഇതോടെ കലാകായിക മേളകൾ, കോളേജ് മാഗസിൻ തുടങ്ങി വിവിധങ്ങളായ പരിപാടികൾ മുടങ്ങി. കോളേജ് ഡയറക്ടർ ബോർഡിന്റെയും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയുടെയും ഒത്തുകളിയാണ് ഇലക്ഷൻ ഇത്തരത്തിൽ അനിശ്ചിതത്വത്തിലാകാൻ കാരണമെന്നാണ് KSUവിന്റെ ആരോപണം. കഴിഞ്ഞ ഡിസംബറിലാണ് സംസ്ഥാനത്തുടനീളം ITI കോളേജുകളിൽ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നത്. എന്നാൽ ജില്ലയിൽ കട്ടപ്പനയിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. KSU SFI സംഘർഷം കണക്കിലെടുത്താണ് അന്ന് നടപടിയുണ്ടായത്. അതിനുശേഷം പിന്നീട് നിരവധി തവണ തെരഞ്ഞെടുപ്പ് നടത്താൻ യൂണിയൻ നേതാക്കൾ ബന്ധപ്പെട്ട അധികാരികളുമായി ചർച്ച നടത്തിയെങ്കിലും നടപടിയുണ്ടായില്ല. ഇതോടെ കോളേജിൽ നടത്തേണ്ട ആർട്സ് ഡേ, സ്പോർട്സ് ഡേ, കോളേജ് ഡേ, മാഗസിൻ രൂപീകരണം തുടങ്ങി ഒട്ടനവധി പ്രവർത്തനങ്ങൾ മുടങ്ങി. ഇത് പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്കുണ്ടാകേണ്ട സർഗാത്മക കഴിവുകളെ നിരുത്സാഹപ്പെടുത്തുന്നതിന് കാരണമായി. സംഭവത്തിൽ വിദ്യാർത്ഥികളുടെ ഒപ്പുശേഖരണം നടത്തി ഡയറക്ടർ ബോർഡിലേക്ക് നിവേദനം നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് KSU പ്രവർത്തകർ പറയുന്നു. നിലവിൽ കട്ടപ്പന ഗവൺമെന്റ് ITIയിൽ ഡിസംബറിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചെങ്കിലും ഇലക്ഷൻ നടക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതിനെതിരെ ചെയർമാൻ സ്ഥാനാർത്ഥി, KSUവിന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയായ ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചു. എന്നിരുന്നാലും ഡയറക്ടറേറ്റിൽ നിന്നും കോളേജിൽ നിന്നും ഇലക്ഷൻ നടത്താൻ കോടതിയിൽ സമ്മതിക്കാത്തതിനാൽ കേസ് നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. നിലവിലെ അവിടുത്തെ 530ഓളം വരുന്ന വിദ്യാർത്ഥികൾ അവരുടെ സ്പോർട്സ്, ആർട്സ്, അതുപോലെ തന്നെ കോളേജ് മാഗസിൻ ഇതിനൊക്കെ അഡ്മിഷൻ സമയത്ത് ഫണ്ട് പിടിച്ചെങ്കിലും അവരുടെ കലാപരമായും കായികപരമായുള്ള കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ഒരു അവസരമില്ലാതെ അവർ ഇപ്പോഴും നിൽക്കുകയാണ്. ഇപ്പം നിലവിലെ ഏകദേശം 530 വിദ്യാർത്ഥികളിൽ 440ഓളം വിദ്യാർത്ഥികളുടെ ഒപ്പ് ശേഖരിച്ച് നമ്മൾ ഡയറക്ടർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അവരുടെ ഒരു അജണ്ട എന്ന നിലയ്ക്ക് അവരുടെയും KSU ജയിക്കുമെന്ന് കരുതി അവിടെ SFI ജയിക്കില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ഇലക്ഷൻ നടത്തണ്ട എന്നുള്ളൊരു രീതിയിൽ ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ തീരുമാനിക്കുന്ന തീരുമാനത്തിനെതിരെ ഇന്ന് ITIയിൽ പഠിപ്പ് മുടക്കി വിദ്യാർത്ഥികൾ സമരം ചെയ്യുകയുണ്ടായി. ഇനിയും ഇലക്ഷൻ നടത്താത്ത ഒരു സാഹചര്യമാണ് അവിടെ നിലവിലുള്ളതെങ്കിൽ തുടർ സമര നടപടികളുമായി മുന്നോട്ട് പോകാനാണ് KSUവിന്റെ തീരുമാനം. വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടും കേസിൽ ഡയറക്ടർ ബോർഡും കോളേജ് അധികൃതരും കാണിക്കുന്ന നിഷേധാത്മക നിലപാട് തെരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടുപോകുന്നതിന് കാരണമാവുകയാണ്. കോളേജിലെ അധ്യയന വർഷം അവസാനിക്കാൻ ഇനി മാസങ്ങൾ മാത്രമാണുള്ളത്. ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയ്ക്ക് പിന്തുണ നൽകുന്ന തരത്തിലാണ് അധികാരികളുടെ ഇടപെടലെന്നാണ് ആരോപണം. ഇതിനെതിരെ കോളേജിൽ പഠിപ്പ് മുടക്കി സമരവും നടത്തി. തെരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടുപോകാനുള്ള അധികാരികളുടെ ഗൂഢനീക്കം തുടരുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കുമെന്ന് KSU ജില്ലാ ജനറൽ സെക്രട്ടറി റോബിൻ ജോർജ്, യൂണിറ്റ് പ്രസിഡന്റ് ആൽബിൻ ജോയ് എന്നിവർ പറഞ്ഞു. ശക്തമായ വേനൽ ചൂടിൽ ഹൈറേഞ്ചിലെ വിവിധ മേഖലകൾ കാട്ടുതീ ഭീഷണിയിൽ. പൊതുജനങ്ങൾ ജാഗ്രതയോടെ പെരുമാറിയാൽ കടുത്ത വേനലിൽ ഉണ്ടാകുന്ന കാട്ടുതീ ഒരു പരിധിവരെ തടയാനാകുമെന്ന് ഫയർഫോഴ്സ് അധികൃതർ പറയുന്നു. കാട്ടുതീ പടരാതിരിക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. പകൽ സമയത്ത് ശക്തമായ വേനൽ ചൂടിൽ ഹൈറേഞ്ചിലെ വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലകളിലും കുന്നിൻ മുകളിലും തോട്ടം മേഖലകളിലുമടക്കം കാട്ടുതീ പടരുന്ന സാഹചര്യമാണ്. കൂടാതെ പാഴ്വസ്തുക്കൾ നിർമ്മാർജ്ജനം ചെയ്യാൻ തീ കത്തിക്കുന്നതും കാട്ടുതീ പടരാൻ കാരണമാകുന്നുണ്ട്. വേനലിന്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ നിരവധി മേഖലകളിൽ കാട്ടുതീ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. പലപ്പോഴും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ജാഗ്രത കുറവ് കാട്ടുതീ പടർന്നു പിടിക്കാൻ കാരണമാകുന്നു. പ്രധാനമായും പ്ലാസ്റ്റിക് വസ്തുക്കൾ കത്തിക്കുന്നതും അലക്ഷ്യമായി ചപ്പുചവറുകൾ കത്തിക്കുന്നതും കാട്ടുതീ പടരുന്നതിലേക്ക് നയിക്കുന്നു. ഇതോടൊപ്പം അലക്ഷ്യമായി വലിച്ചെറിയുന്ന ബീഡിക്കുറ്റികൾ പോലും വലിയ കാട്ടുതീ ഉണ്ടാകുന്നതിലേക്ക് നയിക്കും. ജില്ലയിൽ ശക്തമായ കാറ്റ് അനുഭവപ്പെടുന്നതിനാലും തീ പടർന്നു പിടിക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. ഇതോടൊപ്പമാണ് കച്ചിത്തുറുകളിൽ നിന്നും പടരുന്ന അഗ്നിബാധ. കൂട്ടിയിട്ടിരിക്കുന്ന കച്ചിത്തുറു ഈർപ്പമടിക്കാനുള്ള സാധ്യത ഉണ്ടായാൽ കച്ചിത്തുറുവിനുള്ളിൽ രാസപ്രവർത്തനം നടക്കുകയും ഇത് തീ ഉണ്ടാകുന്നതിന് കാരണമാക്കുകയും ചെയ്യും. പലപ്പോഴും കാട്ടുതീ ഉണ്ടാകുമ്പോൾ പൊതുജനങ്ങൾ ജാഗ്രതയോടെയുള്ള ഇടപെടലും നടത്തേണ്ടതുണ്ട്. കൃഷിസ്ഥലങ്ങളിലും ജനവാസ മേഖലകളിലേക്കും പടർന്നു പിടിക്കുന്ന കാട്ടുതീയുടെ അപകട ഭീഷണി കുറവാണെങ്കിൽ സുരക്ഷയോടെ ഇലയോടുകൂടിയുള്ള പച്ച മരച്ചില്ലകൾ ഉപയോഗിച്ചുകൊണ്ട് കാട്ടുതീ കെടുത്താനാകും. കൂടാതെ മുൻകരുതലെന്നോണം കൃഷിയിടങ്ങളിൽ ഫയർ ലൈൻ തെളിക്കുകയും തീ കത്തുന്നതിന് കാരണമാകുന്ന വസ്തുക്കൾ നീക്കം ചെയ്യുകയും വേണം. അതേസമയം ഏത് അത്യാവശ്യ ഘട്ടങ്ങളിലും കട്ടപ്പന ഫയർ ആൻഡ് റെസ്ക്യൂ ടീം സജ്ജമാണെന്നും സ്റ്റേഷൻ അസിസ്റ്റന്റ് ഓഫീസർ പോൾ ഷാജി ആന്റണി പറഞ്ഞു. പരിമിതിയുണ്ട്, പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് പരമാവധി ചെയ്യുന്നത്. ഇവിടുത്തെ വളരെ നല്ല രീതിയിൽ ജീവനക്കാരെ കണ്ട് ഒരു ഡ്യൂട്ടിയിൽ 10ഓളം ജീവനക്കാർ നിലവിലുണ്ടാകാറുണ്ട്. എല്ലാവരും വളരെ ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നത്. കോളുകൾ നമ്മൾ ഏതാണ്ട് നമ്മുടെ പരിധിയിൽ, കട്ടപ്പന സ്റ്റേഷൻ പരിധിയിൽ ഫോറസ്റ്റ് ഫയറുകളാണ് ഈ സമയങ്ങളിൽ കൂടുതലുണ്ടാകാൻ സാധ്യതയുള്ളത്. ഫോറസ്റ്റ് ഫയർ നാട്ടുകാർ കൂടി കുറച്ച് ജാഗ്രതയോടെ പെരുമാറിയാൽ ഫോറസ്റ്റ് ഫയറുകൾ ഒരു പരിധി വരെ
നാട്ടുകാർക്ക് തന്നെ കെടുത്താവുന്നതാണ്. ഈ ഫയർ ബ്രേക്കുകളൊക്കെ ഉണ്ടാക്കി ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വേസ്റ്റ്, പ്ലാസ്റ്റിക് അടക്കമുള്ള വേസ്റ്റ് കത്തിക്കുന്ന ഒരു ശൈലി സാധാരണക്കാരുടെ ഇടയിലുണ്ട്. അത് പരമാവധി ഈ സമയങ്ങളിൽ, ഈ വേനൽക്കാല സമയങ്ങളിൽ വേസ്റ്റ് കത്തിക്കൽ, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വേസ്റ്റ് കത്തിക്കുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതാണ്. കഴിഞ്ഞ വേനൽ ചൂടിൽ 130ഓളം കേസുകളാണ് കട്ടപ്പന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിൽ എത്തിയത്. ഇക്കൊല്ലവും അത്രമാത്രം കേസുകൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും പൊതുജനങ്ങൾ വേനൽക്കാലത്ത് പരമാവധി മാലിന്യങ്ങൾ കത്തിക്കുന്നത് ഒഴിവാക്കണം. പഞ്ചായത്ത് തലങ്ങളിലും മുനിസിപ്പാലിറ്റി തലങ്ങളിലുമുള്ള MCFകളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അധികാരികൾ ഉറപ്പാക്കേണ്ടതുണ്ട്. തീപിടുത്തമോ മറ്റ് അത്യാഹിതങ്ങളോ ഉണ്ടായാൽ 101 എന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടണം. കട്ടപ്പന സ്റ്റേഷൻ പരിധിയിലെ മേഖലകളിൽ മികച്ച സേവനം ഉറപ്പാക്കുമെന്നും ഫയർ ആൻഡ് റെസ്ക്യൂ അധികൃതർ അറിയിച്ചു. വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ ചിന്നക്കാനം പുതുവലിൽ വീടിന് തീപിടിച്ചു. വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ബൊലോറോയും 2 ഇരുചക്ര വാഹനങ്ങളും കത്തിനശിച്ചു. വീട്ടിൽ ആളുകളില്ലാതിരുന്നതിനാൽ ആളപായമില്ല. വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ ചിന്നക്കാനം പുതുവലിലാണ് സംഭവം. ചിത്രാഭവനിൽ ചിന്നദുരൈ ചിത്ര ദമ്പതികളുടെ വീടിനാണ് തീപിടിച്ചത്. ഇവർ നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. തീപിടുത്തത്തിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൊലോറോ വാഹനവും 2 ഇരുചക്ര വാഹനങ്ങളും കത്തിനശിച്ചു. നാട്ടുകാർ പീരുമേട് ഫയർഫോഴ്സിൽ വിവരമറിയിച്ചെങ്കിലും അഗ്നിരക്ഷാസേന എത്താൻ താമസിച്ചതോടെ നാട്ടുകാർ ചേർന്ന് ആദ്യം തീയണയ്ക്കാൻ ശ്രമിച്ചു. ഇതിനുശേഷം എത്തിയ പീരുമേട് ഫയർഫോഴ്സ് സംഘം അഗ്നിബാധ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. വീട്ടിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. അഗ്നിബാധ മൂലം ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് കുടുംബത്തിനുണ്ടായിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടുന്ന അവഗണനയ്ക്കെതിരെ കേരളം ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യമുയർത്തി CPM ജില്ലാ കമ്മിറ്റി 25 രാവിലെ 10 കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ ഉപരോധ സമരം നടത്തും. കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന് അവകാശപ്പെട്ടതൊന്നും അനുവദിക്കാതെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ വൻ ബഹുജന പ്രക്ഷോഭത്തിനാണ് CPIM രൂപം നൽകിയത്. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചു. കേരളത്തിന് മേൽ സാമ്പത്തിക ഉപരോധം തീർക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത്. സംസ്ഥാനത്തിന് ലഭിക്കേണ്ട അർഹമായ വിഹിതവും നിഷേധിക്കുന്നു. ദുരിതകാലങ്ങളിലൊന്നും സഹായിക്കാതിരുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളുടെ വലിയ ഉദാഹരണമാണ് വയനാടിനോട് സ്വീകരിച്ച സമീപനം. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന്റെ പേര് പോലും പരാമർശിച്ചിട്ടില്ല. വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനങ്ങളുടെ അധികാരം ഇല്ലാതാക്കി കാവ്യവൽക്കരണം നടത്തുകയാണ് BJP സർക്കാർ. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടുന്ന അവഗണനയ്ക്കെതിരെയാണ് CPIM ജില്ലാ കമ്മിറ്റി കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ ഉപരോധം നടത്തുന്നത്. കഴിഞ്ഞ 24-ാം തീയതി വരെ കേരളത്തിലെ 203 ഏരിയ കമ്മിറ്റി അതിർത്തിയിൽ ഏരിയ തലത്തിലുള്ള കാൽനട പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ നയങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. ഈ ഘട്ടത്തിലാണ് വിശ്വപൗരനായ കോൺഗ്രസിന്റെ MP കൂടിയായ ശശി തരൂരിനെ പോലുള്ള ആളുകൾ കേരളത്തിൽ സമഗ്ര വികസനത്തിന്റെ നേട്ടങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും അതോടൊപ്പം തന്നെ കേന്ദ്രം കാണിക്കുന്ന അവഗണനയെ സംബന്ധിച്ച് ഒരു തുറന്ന സംവാദത്തിന് തയ്യാറാവുകയും ചെയ്യുന്ന നിലയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള പൊതുബോധമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ പോലും ഈ ഘട്ടത്തിൽ കേരളമെടുക്കുന്ന സമീപനം ശരിയാണെന്ന് പറയുകയാണ്. കേരളത്തിന്റെ വികസനം കൂടുതലാണ്, അതുകൊണ്ടാണ് ഫണ്ട് തരാത്തതെന്നാണ് ഒരു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം 57 മുതലുള്ള ഗവൺമെന്റുകൾ തുടങ്ങിവെച്ച നേട്ടങ്ങളും അതിനെ തുടർന്നുണ്ടായ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തുമെല്ലാം ഉണ്ടായ പുരോഗതിയുമെല്ലാം ഈ നാടിനെ ഇന്ന് ലോകോത്തര നിലവാരമുള്ള ഒരു നാടാക്കി മാറ്റിയിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായി പുതിയ തലമുറ ആവശ്യപ്പെടുന്ന പുത്തൻ പരിഷ്കാരങ്ങളോടുകൂടിയ ഒരു ആധുനിക കേരളം സൃഷ്ടിക്കാനുള്ള ലക്ഷ്യമാണ് CPIMന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും. കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ MM മണി MLA, ജില്ലാ സെക്രട്ടറി CV വർഗീസ്, സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി തുടങ്ങിയവർ സംസാരിക്കും. കാട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുന്ന പ്രകടനത്തിലും ഉപരോധത്തിലുമായി 5000-ലേറെ പേർ അണിനിരക്കും. സമരത്തിന്റെ പ്രചരണാർത്ഥം 15 ഏരിയ തലങ്ങളിലും സെക്രട്ടറിമാർ ക്യാപ്റ്റനായി കാൽനട ജാഥകൾ പൂർത്തീകരിച്ചതായി ജില്ലാ കമ്മിറ്റി അംഗം VR സജി, ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MC ബിജു, ടോമി ജോർജ്, KN വിനീഷ് കുമാർ, PV സുരേഷ് എന്നിവർ അറിയിച്ചു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന മുൻ അംഗത്തെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യയാക്കിയതിനാലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. UDF പക്ഷത്ത് കേരള കോൺഗ്രസ് പ്രതിനിധിയായി മത്സരിച്ച് വിജയിച്ച് പ്രസിഡന്റായ ശേഷം LDFിലേക്ക് കൂറുമാറിയതോടെയാണ് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും 7ാം വാർഡ് അംഗവുമായിരുന്ന സിന്ധു ജോസിനെ അയോഗ്യയാക്കിയത്.
മുന്നണി ധാരണപ്രകാരം 1 വർഷത്തിന് ശേഷം പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസ് പ്രതിനിധിക്കായിരുന്നുവെങ്കിലും സ്ഥാനമൊഴിയാൻ തയ്യാറാകാതെ സിന്ധു ജോസ് മറുപക്ഷത്ത് ചേർന്ന് പ്രസിഡന്റായി തുടരുകയായിരുന്നു. തുടർന്ന് UDF നൽകിയ പരാതിയിലാണ് സിന്ധു ജോസിനെ അയോഗ്യയാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിധിയുണ്ടായത്. 63% പോളിംഗ് രേഖപ്പെടുത്തിയ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും നീതു സണ്ണിയും LDF സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ബിനു ബിജുവും NDA സ്ഥാനാർത്ഥിയായി സിസിലി തോമസുമാണ് മത്സരിച്ചത്. സിന്ധു ജോസിനെ അയോഗ്യയാക്കിയ ശേഷം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF ഭരണം തിരിച്ചുപിടിച്ചിരുന്നു. ആകെയുള്ള 18 സീറ്റിൽ UDF 9, LDF 8 എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റി അസോസിയേഷന്റെ നേതൃത്വത്തിൽ പാൽ കമഴ്ത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് PR സലികുമാർ ഉദ്ഘാടനം ചെയ്തു. പാൽവില വർദ്ധിപ്പിക്കുക, മിൽക്ക് ഇൻസെന്റീവ് വരുമാന സർട്ടിഫിക്കറ്റ് ഒഴിവാക്കുക, കാലിത്തീറ്റ വിൽപ്പനയ്ക്ക് സ്റ്റേറ്റ് ഡയറി ലാബിന്റെ പരിശോധനാ റിപ്പോർട്ട് വാങ്ങണമെന്ന നിബന്ധന ഒഴിവാക്കുക, ജീവനക്കാരുടെ ശമ്പള വർധനവ്, പെൻഷൻ അപാകത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് PR സലികുമാർ ഉദ്ഘാടനം ചെയ്തു. പാലിന്റെ വില വർധനവ് മാത്രമല്ല, കാലിത്തീറ്റയ്ക്ക് സബ്സിഡി ഏർപ്പെടുത്തണം, കാലിത്തീറ്റയുടെ ഗുണനിലവാര പരിശോധനയിൽ ഉണ്ടായിട്ടുള്ള ആ നിയന്ത്രണം പിൻവലിക്കണം. ഏറെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾ വളരെയേറെ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിന് ക്ഷീര കർഷകരിൽ നിന്നും അവരുടെ ഇൻസെന്റീവ് വാങ്ങണമെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം അതൊഴിവാക്കിയേ പറ്റും. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു തീരുമാനമല്ല അത് എന്ന് നമുക്ക് എല്ലാവർക്കും പറയാം. ജില്ലാ പ്രസിഡന്റ് KP ബേബി അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MR അനിൽകുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സോണി ചൊള്ളാമടം, ജില്ലാ ഭാരവാഹികളായ ജോസുകുട്ടി അരിപ്പറമ്പിൽ, പോൾ മാത്യു, ജോൺസൺ ഉപ്പതറ, ജോണി വണ്ണപ്പുറം, സാജു കാരക്കുന്നേൽ, തോമസ് ചിറപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. അകാലത്തിൽ ജീവൻ പൊലിഞ്ഞ പൊതുപ്രവർത്തകൻ വണ്ടിപ്പെരിയാർ പശുമല സ്വദേശി ശിവപ്രസാദിന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി. ഹൃദയാഘാതം മൂലമാണ് ശിവപ്രസാദ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ശിവപ്രസാദിന് ഫിക്സ് വന്നിരുന്നു. ഇതേ തുടർന്നുണ്ടായ ഹൃദയാഘാതം മൂലമാണ് ശിവപ്രസാദ് മരിച്ചത്. പശുമല പുതുക്കാട്ടിൽ നിന്നും വീട്ടിലേക്ക് ബൈക്കിൽ വരുന്നതിനിടെയായിരുന്നു സംഭവം. തുടർന്ന് വണ്ടിപ്പെരിയാർ സഹകരണ ആശുപത്രിയിൽ എത്തിച്ച് ഇൻക്വസ്റ്റ് തയ്യാറാക്കി ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. ഇതിനുശേഷമാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. മൃതദേഹം പശുമല കമ്മ്യൂണിറ്റി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. നിരവധി ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. CPM പശുമല ബ്രാഞ്ച് അംഗമായിരുന്നു ശിവപ്രസാദ്. മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യമിട്ട ഇരട്ടയാറ്റിൽ 50-ലധികം ആളുകൾ ഒന്നിച്ചിറങ്ങിയപ്പോൾ പൊതുസ്ഥലങ്ങളിൽ നിന്നും ഒരു ദിവസം കൊണ്ട് ശേഖരിച്ചത് 15 ടണ്ണിലധികം പ്ലാസ്റ്റിക് മാലിന്യം. ഇനി പാതയോരങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞാൽ കനത്ത പിഴ നൽകേണ്ടി വരുമെന്ന് സൂചന നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ക്യാമ്പയിന്റെ ഭാഗമായാണ് ഇത്രയധികം മാലിന്യം ഒരു ദിവസം കൊണ്ട് ശേഖരിച്ചത്. നത്തുകല്ലിൽ മാലിന്യം തള്ളിയ വ്യക്തിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം 5000 രൂപ പിഴ ഈടാക്കിയിരുന്നു. കഴിഞ്ഞ 3 മാസത്തിനിടെ നിയമലംഘനം കണ്ടെത്തിയ 15 പേരിൽ നിന്നായി 61,000 രൂപ പിഴ ഈടാക്കി. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി കുടുംബശ്രീ, വിവിധ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ സംഘടനകൾ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ, വ്യാപാരി വ്യവസായികൾ എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് അംഗങ്ങൾ, CDS, ഹരിത കേരളം മിഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ അയൽക്കൂട്ട യോഗങ്ങളും സംഘാടക സമിതിയും രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്. കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലെ പാതയോരങ്ങൾ വെട്ടിത്തെളിച്ചും പൊതുയിടങ്ങളിലെ മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിച്ചുമായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഇങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് 15 ടൺ മാലിന്യം ശേഖരിച്ചത്. രാജ്യാന്തര സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് 30-ന് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ പറഞ്ഞു. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വലിച്ചെറിയുന്നതെല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്. ജനങ്ങളെല്ലാം വലിയൊരു ക്യാമ്പയിനായി ഏറ്റെടുത്തപ്പോൾ അത് 2 ദിവസക്കാലമായി നമ്മളത് കളക്ട് ചെയ്ത് ഓരോ സൈഡുകളിൽ കെട്ടിവെച്ചതെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ 15 ടണ്ണ് മുകളിലാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് നമ്മളിവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ അത് കഷ്ടപ്പെട്ട് അത് ഓരോ കെട്ടുകളായി വണ്ടിയിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി മുന്നോട്ട് ഇത് വലിയൊരു തുടക്കമായി വലിയൊരു ക്യാമ്പയിനായി മുന്നോട്ട് പോവുകയാണ്. എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
കഴിഞ്ഞ 5 വർഷം കൊണ്ട് 406 ടൺ മാലിന്യങ്ങളാണ് പഞ്ചായത്ത് പരിധിയിൽ നിന്നും ശേഖരിച്ച് ശാസ്ത്രീയമായി തരംതിരിച്ച് കൈമാറിയത്. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ 2 ബെയിലിംഗ് മെഷീനുകളാണ് പഞ്ചായത്തിന്റെ മെറ്റീരിയൽ റിക്കവറി സംവിധാനത്തിനുള്ളത്. മെഗാ ശുചീകരണത്തിന് തുടർപ്രവർത്തനമായി 10 സ്ഥലങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. കൂടാതെ വിവിധ സ്ഥലങ്ങളിൽ ബോട്ടിൽ ബൂത്ത് ബിന്നുകൾ സ്ഥാപിക്കും. മാലിന്യം തള്ളുന്നത് കണ്ടെത്താൻ പഞ്ചായത്ത് തല വിജിലൻസ് സ്ക്വാഡ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബി ഡിവിഷൻ മേഖലയിലെ 4-5 വാർഡുകളുടെ സംയുക്ത കുടുംബ സംഗമം സംഘടിപ്പിച്ചു. KPCCയുടെ നിർദ്ദേശപ്രകാരം സംഘടിപ്പിച്ച കുടുംബ സംഗമം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റികളുടെയും പോഷക സംഘടനകളുടെയും തൊഴിലാളി പ്രസ്ഥാനങ്ങളെയും കോർത്തിണക്കി സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് KPCCയുടെ നിർദ്ദേശപ്രകാരം മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചത്. ഉടുമ്പൻചോല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിലെ ആദ്യ കുടുംബസംഗമത്തിനാണ് രാജകുമാരി ബി ഡിവിഷനിൽ തുടക്കമായത്. 4-5 വാർഡുകളുടെ സംയുക്ത കുടുംബസംഗമം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. മഹത്തായ ഇന്ത്യയുടെ ഭരണഘടന, വ്യവസ്ഥാപിതമായ ഭരണഘടന നിയമവാഴ്ച ഉറപ്പുവരുത്തിയെന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും അത് സംരക്ഷിച്ച് നിർത്തുവാനും അതോടൊപ്പം തന്നെ എല്ലാ നിലയിലും ലോകത്തിന് മുൻപിൽ ഒരു വിസ്മയമായി നമ്മുടെ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുമെല്ലാം അടിസ്ഥാനമേകിയിട്ടുള്ളത് ഭരണഘടനയാണ്. ആ ഭരണഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംഭാവനയാണ്. സ്വാതന്ത്ര്യം സമ്പാദിച്ചതുപോലെ തന്നെ രാജ്യത്തിന് ഒരു ഭരണഘടന വിഭാവനം ചെയ്തു, അത് യാഥാർത്ഥ്യമാക്കി എന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും മഹത്തായ സംഭാവനയാണ്. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബൂത്ത് തലത്തിൽ നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് കുടുംബസംഗമം നടന്നത്. മുതിർന്ന അംഗങ്ങളെയും രാഷ്ട്രീയ പ്രവർത്തകരെയും കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. കൂടാതെ ചികിത്സാ സഹായ വിതരണവും നടന്നു. ബൂത്ത് പ്രസിഡന്റ് AP കുര്യന്റെ നേതൃത്വത്തിൽ നടന്ന കുടുംബസംഗമത്തിൽ KPCC ജനറൽ സെക്രട്ടറി MN ഗോപി, മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, ബെന്നി തുണ്ടത്തിൽ, MP ജോസ് കണ്ടത്തിൻകര തുടങ്ങിയവർ സംസാരിച്ചു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CTU സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രദീപ് ശ്രീധരന് സ്വീകരണം നൽകി. വാഴത്തോപ്പിൽ നടന്ന സ്വീകരണ പരിപാടി വൈദ്യുതി വകുപ്പ് മുൻ മന്ത്രി MM മണി ഉദ്ഘാടനം ചെയ്തു. 1965 മുതൽ ഇലക്ട്രിസിറ്റി രംഗത്തെ തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങളിൽ നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന സംഘടനയാണ് KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITO. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രദീപ് ശ്രീധരനാണ് സ്വീകരണം നൽകിയത്. വാഴത്തോപ്പിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് R ജ്യോതികുമാർ അധ്യക്ഷനായിരുന്നു. വൈദ്യുതി വകുപ്പ് മുൻ മന്ത്രി MM മണി യോഗം ഉദ്ഘാടനം ചെയ്തു. അപ്രതീക്ഷിതമായിട്ടാണ് MLA ആയതും പാർട്ടി തീരുമാനിച്ച സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തിന് മന്ത്രിയാക്കി. എനിക്ക് വൈദ്യുതി വകുപ്പ് തന്നെ തോന്നി. അത് വലിയ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്തത്. എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഉപദ്രവിക്കുന്നില്ല, അതോടൊപ്പം എന്നും നിങ്ങളുടെ സംഘടനയെ നോക്കി തന്നെ ഞാൻ നോക്കും. അതിനൊരു ബാധ്യത എനിക്കുണ്ട്. അതുകൊണ്ടാണ് അത് നിങ്ങളുടെ സംഘടനയോടുള്ള ബാധ്യതയില്ല, എനിക്ക് വേറെ നയിക്കുന്ന പ്രസ്ഥാനമുണ്ടല്ലോ, അതിനോടുള്ള ബാധ്യതയുണ്ട്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. വയസ്സിപ്പം 80 ആയെങ്കിലും നാളെ ആണെങ്കിലും ചെയ്തിരിക്കും. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. CITU ജില്ലാ സെക്രട്ടറി KS മോഹനൻ ഉപഹാര സമർപ്പണം നടത്തി. വിവിധ ഡിവിഷനിൽ നിന്നുള്ള KSEB വർക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പ്രദീപ് ശ്രീധരന് സ്വീകരണം നൽകി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുബീഷ് PS, KGOA ഇടുക്കി ജില്ലാ സെക്രട്ടറി അബ്ദുൾ സമദ്, NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് മഹേഷ് CS, TC രാജശേഖരൻ നായർ, മോഹൻ വാഴൂർ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ ഫെബ്രുവരി 25 മുതൽ 14 ദിവസത്തേക്ക് വാഹന നിരോധനം ഏർപ്പെടുത്തും. പഴയ ബസ് സ്റ്റാൻഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനാലാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചു. കട്ടപ്പന ടൗൺ റോഡുകളിൽ കുണ്ടും കുഴിയുമായി യാത്ര ദുർഘടമായിരുന്നു. നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിൽ ടൗൺ റോഡുകളുടെ നവീകരണത്തിനായി 40 ലക്ഷം രൂപ ഭരണസമിതി അനുവദിക്കുകയും ചെയ്തു. പഴയ ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ്, അമർജവാൻ റോഡ്, ടൗൺ ഹാൾ, ബൈപ്പാസ് റോഡ് തുടങ്ങിയ റോഡുകളുടെ നവീകരണം 15 ദിവസം കൊണ്ട് പൂർത്തിയാക്കാനാണ് നഗരസഭയുടെ തീരുമാനം. ആദ്യഘട്ടമായി പഴയ ബസ് സ്റ്റാൻഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിക്കും. ഫെബ്രുവരി 25 മുതൽ 14 ദിവസത്തേക്ക് ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിരോധിക്കും. പഴയ ബസ് സ്റ്റാൻഡിൻ്റെ നവീകരണത്തിനോടനുബന്ധിച്ച് 14 ദിവസത്തേക്ക് നമ്മൾ പഴയ ബസ് സ്റ്റാൻഡ് അടച്ചിടാനുള്ള തീരുമാനം വന്നിട്ടുണ്ട്. അപ്പോൾ പണി പൂർത്തീകരിക്കുന്നതനുസരിച്ച് ആയിരിക്കും അത് തുറന്നു കൊടുക്കുക. അതിനുശേഷം
അമർ ജവാൻ റോഡും തുടർന്ന് കട്ടപ്പനയിൽ നിന്ന് എടശ്ശേരി ജംഗ്ഷൻ ടു പുതിയ ബസ് സ്റ്റാൻഡിലെത്തുന്ന റോഡും സഹകരണ ആശുപത്രിയുടെ അവിടെ നിന്നുള്ള റോഡും ടൗൺ ഹാളിൻ്റെ അവിടെ നിന്ന് താഴേക്ക് പോകുന്ന റോഡും ഘട്ടം ഘട്ടമായി പണി പൂർത്തീകരിക്കുകയാണ്. 40 ലക്ഷം രൂപയോളം നമ്മൾ ഈ ഇനത്തിൽ വകകൊള്ളിച്ചിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഒരു 15 ദിവസം കൊണ്ട് പൂർത്തീകരിക്കത്തക്ക രൂപത്തിലാണ് ചെയ്യുന്നത്. ഒരുമിച്ച് ചെയ്താൽ സ്റ്റാൻഡിൽ ഒരിടത്തും വണ്ടി കയറാത്ത സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഘട്ടം ഘട്ടമായി ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. 15 ദിവസം കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി റോഡ് തുറന്നു നൽകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി, ജൂലി റോയ് എന്നിവർ അറിയിച്ചു. SNDP യോഗം കീരിത്തോട് ശാഖാ പൊതുയോഗവും TR അനു സ്മാരക മന്ദിര ഉദ്ഘാടനവും നടന്നു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു. സന്തോഷ് കടമാനത്ത യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുതുതലമുറയ്ക്ക് നല്ല സന്ദേശങ്ങൾ നൽകി ജാതിമത ഭേദമന്യേ കീരിത്തോട് നിവാസികളെ ചേർത്ത് പിടിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച TR അനു നാടിന് മാതൃകയാണെന്ന് MP പറഞ്ഞു. നടത്തുന്നതായിട്ടുള്ള എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളെയും പ്രത്യേകമായി എടുത്തു പറയുകയാണ്. സമുദായത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ അടുത്തു നിന്നുകൊണ്ട് വീക്ഷിക്കുകയും അതിൽ പങ്കാളിയാകുകയും ചെയ്തിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ പ്രദേശത്തിൻ്റെ നിരവധിയായ കാര്യങ്ങളിൽ ഇടപെടാൻ MP എന്നുള്ള നിലയിൽ എനിക്ക് മാർഗനിർദ്ദേശം നൽകിയ നേതാക്കളാണ് എൻ്റെ ഇടത്തും വലത്തും ഒക്കെ ഇരിക്കുന്നത്. SNDP ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് P. രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത സംഘടനാ സന്ദേശം നൽകി. യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത വിഷ്ണു സന്തോഷിനെ ചടങ്ങിൽ അനുമോദിച്ചു. കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ലിസി ജോസ്, നിതിൻ പുഷ്പരാജ്, ഗ്രാമപഞ്ചായത്ത് അംഗം മാത്യു തായങ്കരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാന്ദ്രമോൾ ജിന്നി, സോയിമോൻ സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ പാറമട ഭാഗത്ത് 50ഓളം കുടുംബങ്ങളെ ചേർത്ത് അക്ഷയ നഗർ റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചു. ഇതോടൊപ്പം 20 അംഗ കമ്മിറ്റിക്കും രൂപം നൽകി. വണ്ടിപ്പെരിയാർ പാറമട ഭാഗത്ത് താമസിക്കുന്ന 50ഓളം കുടുംബങ്ങളുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം ലക്ഷ്യമിട്ടാണ് റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചത്. ഇതിന്റെ ഭാഗമായി ചേർന്ന യോഗത്തിൽ N. നവാസ് അധ്യക്ഷനായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് സ്വരുമയില്ലാത്തതിന്റെ പേരിലാണ്. ഇവിടുത്തെ വരുന്ന വികസനം എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഓരോരുത്തരും അവരവരുടെ കാര്യത്തിന് പോകുന്ന കാരണം കൊണ്ടാണ് ഇതൊന്നും നടക്കാതിരിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റൊരുമയോടുകൂടി തോളോടുകൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ ചെയ്ത ഒരു പ്രവർത്തനം നിൽക്കുകയാണെങ്കിൽ ഇതെല്ലാം ഇവിടെ നടക്കും. തുടർന്ന് പുതിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ഏറ്റവും അടുത്ത ദിവസം തന്നെ പഞ്ചായത്തിൽ അസോസിയേഷൻ രജിസ്റ്റർ ചെയ്യാനും തീരുമാനിച്ചു. കട്ടപ്പന കല്യാണത്തണ്ട് ശ്രീ കൈലാസനാഥ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഉച്ചയ്ക്ക് മഹാപ്രസാദവൂട്ടും രാത്രി 12 മണിക്ക് മഹാശിവരാത്രി പൂജയും നടക്കും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. തേനീച്ച കർഷകനായ കട്ടപ്പന കാവുംപടി ഓലയിടത്ത് അഭിലാഷിന് ഒരു പെട്ടിയിൽ നിന്ന് ലഭിക്കുന്നത് 4 കിലോ തേനാണ്. 30 വർഷമായി തേനീച്ച പരിപാലനവും വിൽപ്പനയും നടത്തി ശ്രദ്ധേയനായ യുവാവാണ് അഭിലാഷ്. 15ാമത്തെ വയസ്സിലാണ് അഭിലാഷ് തേനീച്ച കൃഷി ആരംഭിച്ചത്. ഇപ്പോൾ ജില്ലയുടെ ഏത് ഭാഗത്തും തേനീച്ച ഉൾപ്പെടെ പെട്ടിയും സ്റ്റാൻഡും എത്തിച്ചു നൽകുകയും ഇവയുടെ പരിപാലനം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇടുക്കി, നെടുങ്കണ്ടം, കട്ടപ്പന, ആനവിലാസം, പുറ്റടി, രാജാക്കാട്, ചപ്പാത്ത്, വാഴവര തുടങ്ങിയ മിക്ക സ്ഥലങ്ങളിലും അഭിലാഷ് തേനീച്ചപ്പെട്ടി നൽകുന്നുണ്ട്. മെയ് മാസം മുതൽ ഡിസംബർ വരെ തേനീച്ചയ്ക്ക് പഞ്ചസാര ലായനി തീറ്റയായി നൽകണം. ജനുവരിയിൽ തട്ടുവയ്ക്കും. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തേൻ ലഭിക്കുക. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ അകത്ത് വെക്കും. ഇപ്പോൾ ഒരാഴ്ച ആകുമ്പോഴത്തേന് ഇതേ ലീച്ചാവും. ഇതേറ്റ് പൊട്ടിക്കും. അടുത്ത ഒരാഴ്ച ആകുമ്പോൾ അകത്തിടും. ഇങ്ങനെ അകത്തിടും. ഒരാഴ്ച മനസ്സിലായി. അകത്തിട്ടിട്ട് നമ്മൾ അർത്ഥത്തിട്ട് ഇവിടെ കൊടുക്കും. ഇനി നമ്മൾ കൊടുക്കുന്ന അർത്ഥത്തെ ഒരാഴ്ച അകത്തിടുക. കറക്റ്റായിട്ട് ഒരാഴ്ച ആകുമ്പോഴത്തേന് അകത്തിട്ട് കഴിഞ്ഞാൽ അടുത്ത അട ഒരാഴ്ച ായിട്ടുണ്ടറിയാം. അതിനൊക്കെ തേനം തേൻ കറക്കാൻ പറ്റാവും.
ഒരുപാട് പുള്ളാട് കെട്ടിയോണ്ട് നമുക്ക് അകത്തിടും മരത്തിൽ ഇങ്ങനെ വരുന്ന മുട്ടകൾ നമ്മൾ ഓരോ ഭാഷ അയച്ച വെള്ളം ഒഴിച്ചു മുട്ടകൾ നമ്മൾ കളയാൻ ശ്രമിച്ചില്ല. രണ്ട് സൈഡും മുട്ട ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് വെള്ളം ഒഴിക്കും. മുട്ട വിരിയാൻ നോക്കേണ്ടത് മുട്ട തട്ടിക്കളഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തേങ്ങ നോക്കും. തേനീച്ച പെട്ടെന്ന് തേങ്ങ നോക്കും. അത് വിരിയണ്ടായിരുന്നു 20 ദിവസം നോക്കിയിരിക്കണം. നമ്മൾ തേങ്കാലം പോവാണ്, സീസൺ തീരും. 2 മാസം സീസൺ ഇങ്ങനെ അകത്തിയിരുന്നു. തേനായിക്കഴിഞ്ഞാൽ അവിടെ അകത്തിയിരുന്നു 1/2 കിലോ വെച്ചു. ഇതിപ്പോൾ ഒരു 10 ദിവസം നമ്മൾ തയ്യാറായിട്ടില്ല. അവിടെ പോകുന്നില്ല, നമ്മൾ കുറ്റം വെച്ചു കൊടുക്കുന്നു. മൂന്നാമത്തെ തട്ടു വെച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞാണ് ഒരു പെട്ടിയിൽ നിന്ന് 4 കിലോ തേൻ വരെ ലഭിക്കും. കൂടാതെ മായമില്ലാത്ത തേനാണ് അഭിലാഷ് വിൽക്കുന്നത്. പുരയിടങ്ങളിലും തോട്ടങ്ങളിലും കരുണമരം പൂക്കുന്ന സീസണാണ് ഫെബ്രുവരി മാർച്ച് മാസം. ഈ സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തേൻ ലഭിക്കുക. തേനീച്ചയും പെട്ടിയും സ്റ്റാൻഡും ഉൾപ്പെടെ 2250 രൂപയ്ക്കാണ് നൽകുന്നത്. തേനീച്ച പരിപാലനത്തിൽ അഭിലാഷിന്റെ ഭാര്യ സൗമ്യ, മക്കളായ അനന്തു, ആദിനന്ദന എന്നിവരും പിന്തുണയുമായി ഒപ്പമുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. നെടുങ്കണ്ടം ഹെഡർ സിസ്റ്റംസ് ഏലയ്ക്ക ലേല വിവരം. ആകെ ലോട്ട് 188. വിൽപ്പനയ്ക്ക് വന്നത് 45,721. വിൽപ്പന നടന്നത് 41,290. കൂടിയ വില 3040. ശരാശരി വില 2802. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 645 രൂപ. ഏലം കൂടിയ വില 2800. ഏലം ശരാശരി വില 2600. കാപ്പിപ്പരിപ്പ് 475. ഗ്രാമ്പു 880. കൊക്കോ 180. റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 855 രൂപ. വെള്ളി 108. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെട്ട പാറ ഖനനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. CB വർഗീസിനെതിരെ സമഗ്ര അന്വേഷണം വേണം. ഭരണത്തിന്റെ തണലിൽ നടത്തിയ ഏറ്റവും വലിയ കൊള്ളയാണ് CB വർഗീസിനെതിരെ ഉയർന്നിരിക്കുന്നത്. സർക്കാർ ഇത്തരക്കാരെ സംരക്ഷിക്കുകയാണെന്നും ഡീൻ കുര്യാക്കോസ്. വീട്ടമ്മയെ ആക്രമിച്ച് മാല അപഹരിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. തമിഴ്നാട് സ്വദേശി മാല അപഹരിച്ചത് രാജകുമാരി മുരിക്കുംതൊട്ടി സ്വദേശിനിയെ ആക്രമിച്ച്. ഓട്ടോയിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പൂപ്പാറയിൽ വാഹനം തടഞ്ഞ് നാട്ടുകാർ പിടികൂടി. കട്ടപ്പന ഗവൺമെന്റ് ITI കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പ് അനിശ്ചിതത്വത്തിൽ. ഇതോടെ കലാകായിക മേളകൾ, കോളേജ് മാഗസിൻ തുടങ്ങി വിവിധങ്ങളായ പരിപാടികൾ മുടങ്ങി. കോളേജ് ഡയറക്ടർ ബോർഡിന്റെയും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെയും ഒത്തുകളിയാണ് ഇലക്ഷൻ ഇത്തരത്തിൽ അനിശ്ചിതത്വത്തിലാകാൻ കാരണമെന്ന് KSU. ശക്തമായ വേനൽ ചൂടിൽ ഹൈറേഞ്ചിലെ വിവിധ മേഖലകൾ കാട്ടുതീ ഭീഷണിയിൽ. പൊതുജനങ്ങൾ ജാഗ്രതയോടെ പെരുമാറിയാൽ കടുത്ത വേനലിൽ ഉണ്ടാകുന്ന കാട്ടുതീ ഒരു പരിധിവരെ തടയാനാകുമെന്ന ഫയർഫോഴ്സ് അധികൃതർ. കാട്ടുതീ പടരാതിരിക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.